എനിക്ക് അന്നും തൊട്ടേ ഒരു ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഞാൻ തേർഡ് ഇയർ തൊട്ടാണ് എൻ്റെ ഗേറ്റിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ തുടങ്ങുന്നത്. അങ്ങനെ 2021 പാസ് ഔട്ടായി 22 ഞാൻ ഗേറ്റ് അറ്റംപ്റ്റ് ചെയ്യുകയും ഓൾ ഇന്ത്യ റാങ്ക് 950 സെക്യൂർ ചെയ്ത് ഇപ്പോൾ PSUവിലാണ് വർക്ക് ചെയ്യുന്നത്. ഹായ് എവരി വൺ, എൻ്റെ പേര് നീരജ് KB. ഞാൻ ഗേറ്റ് 2022 മെക്കാനിക്കൽ സ്ട്രീമിൽ ഓൾ ഇന്ത്യ റാങ്ക് 950യും ഗേറ്റ് 2022 എഞ്ചിനീയറിംഗ് സയൻസ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 10 സെക്യൂർ ചെയ്തൊരു വ്യക്തിയാണ്. സോ ഞാനിവിടെ വരുന്നത് എൻ്റെ ഗേറ്റിനെ പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും എന്തുകൊണ്ട് ഗേറ്റ് എക്സാം ചൂസ് ചെയ്തെന്ന് പറയാനാണ് വരുന്നത്. ഞാൻ CET ട്രിവാൻഡ്രം പാസ് ഔട്ടാണ്, BTech 2021 പാസ് ഔട്ടാണ്. സോ ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ തൊട്ടേ എല്ലാവരും പ്ലേസ്മെൻറ്റ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു ടൈമാണ്. സോ ആ ടൈമിലാണ് ഞാൻ ഗേറ്റിനെ പറ്റി അറിയണത്. സോ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് എന്ന നിലയിൽ ഒരു കോർ കമ്പനിയിൽ പ്ലേസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ബുദ്ധിമുട്ടെന്നതിലുപരി കിട്ടാൻ വളരെ പാടാണ്. ഒരു ടയർ 2 എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒരു കോർ കമ്പനിയിലൊക്കെ പ്ലേസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ പലരും പല വഴിയിൽ ചിന്തിച്ചു തുടങ്ങി. ചിലർ പ്ലേസ്മെൻറ്റിനെ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി. ചില വ്യക്തികൾ ഈ IT സെക്ടറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് അന്നും തൊട്ടേ ഒരു ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്താണ് ഞാൻ ഗേറ്റ് എക്സാമിനായിട്ട് വന്നെത്തുന്നത്. സോ ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എഞ്ചിനീയറിംഗ്. ഇപ്പോൾ തേർഡ് ഇയറും ഫോർത്ത് ഇയറും പഠിക്കുന്ന സ്റ്റുഡൻസിന് എഴുതാൻ പറ്റിയൊരു എക്സാമാണ് ഗേറ്റ് എക്സാം എന്ന് പറയുന്നത്. സോ ഗേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു 3 hour ഓൺലൈൻ എക്സാമാണ്. യൂഷ്വലി നമ്മുടെ ടെക്നിക്കൽ സബ്ജക്ട്സ് ആണല്ലോ കൂടുതലായിട്ട് ചോദിക്കാറ്. സോ ഞാൻ തേർഡ് ഇയർ തൊട്ടാണ് എൻ്റെ ഗേറ്റിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ തുടങ്ങുന്നത്. അങ്ങനെ 2021 പാസ് ഔട്ടായി 22 ഞാൻ ഗേറ്റ് അറ്റംപ്റ്റ് ചെയ്യുകയും ഓൾ ഇന്ത്യ റാങ്ക് 950 സെക്യൂർ ചെയ്ത് ഇപ്പോൾ PSUവിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സോ ഗേറ്റ് എന്ന് പറയുന്നത് ഒരു 85% ഒരു ടെക്നിക്കൽ എക്സാമാണ്. ഒരു 15% അതിൻ്റെ ആപ്റ്റ്യൂഡ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. സോ നിങ്ങൾക്ക് ഒരു PSU ജോബ് വേണമെങ്കിലോ ഒരു IITയിൽ MTech എടുക്കണമെങ്കിലോ ഗേറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾ ഗേറ്റ് ക്രാക്ക് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഇന്ത്യയിലെ എല്ലാ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയും അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ PSU ജോബ്സിലോട്ടും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോളും അഡ്മിഷനും നിങ്ങൾക്ക് ഗേറ്റ് വഴി ലഭിക്കുന്നതാണ്. സോ ഞാനിവിടെ ഗേറ്റിനെ പറ്റി ഒരു ബ്രീഫായിട്ടൊരു ഐഡിയ തരാം. ഗേറ്റ് എന്ന് പറയുന്നത് ഒരു 3 hour എക്സാമാണ്. എല്ലാ കൊല്ലം ഫെബ്രുവരിയിൽ IIT കണ്ടക്ട് ചെയ്യുന്നൊരു എക്സാമാണ് ഗേറ്റ് എന്ന് പറയുന്നത്. ഗേറ്റ് ആക്ച്വലി 100 മാർക്സിനാണ് യൂഷ്വലി കണ്ടക്ട് ചെയ്യാറ്. അതിലൊരു 65 ക്വസ്റ്റ്യനാണ് ടോട്ടൽ ഉണ്ടാകുക. ആ 65 ക്വസ്റ്റ്യനിൽ 35 ക്വസ്റ്റ്യൻ 2 മാർക്സിൻ്റെയും 30 ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെയും വിച്ച് വിൽ ആഡ് അപ്പ് ടു 100 മാർക്സ്. അങ്ങനെ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ദിസ് IITs വിൽ നോർമലൈസ് യുവർ സ്കോർ ഇൻ 1000 ആൻഡ് യു വിൽ ഗെറ്റ് എ ഗേറ്റ് സ്കോർ. ഔട്ട് ഓഫ് 1000 നിങ്ങൾക്കൊരു ഗേറ്റ് സ്കോർ ലഭിക്കുന്നതായിരിക്കും. ഈ ഗേറ്റ് സ്കോർ വെച്ചിട്ടാണ് നിങ്ങൾ ഡിഫറെൻറ്റ് IITസിന് അപ്ലൈ ചെയ്യേണ്ടത്, ഡിഫറെൻറ്റ് NITസിന് അപ്ലൈ ചെയ്യേണ്ടത്, ഡിഫറെൻറ്റ് PSUസിന് അപ്ലൈ ചെയ്യേണ്ടത്. സോ കമ്മിങ് ടു ദ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ, ഞാൻ പറഞ്ഞു ഗേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു 15% ആപ്റ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു എക്സാമാണ്. ഗേറ്റ് ഈസ് നോട്ട് എ പ്യൂർലി ടെക്നിക്കൽ എക്സാം. ഗേറ്റിൻ്റെ ഫുൾ ഫോം പോലെ തന്നെ ഗ്രാജുവേറ്റ് ആപ്റ്റ്യൂഡ് ടെസ്റ്റാണ്. സോ അവിടെ ഒരു 15 മാർക്സിന് ഗേറ്റിന് ആപ്റ്റ്യൂഡും ചോദിക്കാറുണ്ട്. പിന്നെ ഒരു 15 മാർക്സ് മാത്തമാറ്റിക്സ് ഗേറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സെഗ്മെൻറ്റാണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ നിന്ന് ഓൾമോസ്റ്റ് 15 മാർക്സ് നമുക്ക് ഓൾമോസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് ഈസിയർ പാർട്ടാണ്. ആക്ച്വലി ദ ഗൈസ് ഹു ആർ എക്സ്പെക്റ്റിംഗ് ഒരു നല്ല റാങ്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന എല്ലാവരും ഈ ആപ്റ്റ്യൂഡ് സെക്ഷനും മാത്സിലും നല്ല സ്കോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല എഡ്ജ് ഉണ്ടായിരിക്കും. നമ്മുടെ പ്രിപ്പറേഷൻ നല്ല എഡ്ജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ടും ഔട്ട് ഓഫ് 30 ഒരു 27 മേലേക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് നമുക്ക് നല്ലൊരു എഡ്ജ് ഉണ്ടാവും പ്രിപ്പറേഷനിൽ. പിന്നെയുള്ളൊരു ഓൾമോസ്റ്റ് 70 മാർക്സാണ് നിങ്ങൾ 4 ഇയർ പഠിച്ച BTech നിന്നുള്ള ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് യൂഷ്വലി ഒരു ന്യൂമറിക്കൽ ബേസ്ഡ് ആയിരിക്കും. ഈ തിയറി ക്വസ്റ്റ്യൻസൊക്കെ വളരെ കുറവായിരിക്കും. ആക്ച്വലി എല്ലാ MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 1 മാർക്കിനും 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് ഗേറ്റിൽ മെയിൻലി ചോദിക്കുന്നത്. ഒരു 2021 തൊട്ട് MCQ ക്വസ്റ്റ്യൻസിൽ ഉപരി MSQ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ്, അതായത് ക്വസ്റ്റ്യനിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ ശരിയാവുന്ന ക്വസ്റ്റ്യൻസും 2021 ശേഷം ഗേറ്റിൽ ചോദിക്കുന്നുണ്ട്. സോ നമുക്ക് ടെക്നിക്കൽ പാർട്ടിലോട്ട് വരികയാണെങ്കിൽ ഗേറ്റിൻ്റെ ടെക്നിക്കൽ പാർട്ട്
അത്യാവശ്യം നമുക്ക് കൺസെപ്ച്വലായിട്ട് നോളേജ് വേണ്ട ഒരു സബ്ജക്റ്റാണ്, വേണ്ട ഒരു സെഗ്മെൻറ്റാണ് ഗേറ്റിൻ്റെ ടെക്നിക്കൽ പാർട്ട് എന്ന് പറയുന്നത്. കാരണം ഗേറ്റ് കണ്ടക്ട് ചെയ്യുന്നത് IIT ആണ്. സോ അതിൻ്റെ ഒരു നിലവാരം ഗേറ്റ് ഇത്ര കൊല്ലങ്ങളായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായ ടൈം കൺസ്യൂമിങ് ഒന്നുമല്ല. ഗേറ്റ് ഒരു 3 hour എക്സാമാണ്. നിങ്ങൾക്ക് 65 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാനുള്ളത്. സോ യു വിൽ ഗെറ്റ് എൻ ആമ്പിൾ എമൗണ്ട് ഓഫ് ടൈം ഗേറ്റിന് ഒരു ഇഷ്യൂ ആയിട്ട് അങ്ങനെ വരാറില്ല. ബട്ട് ഗേറ്റ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ബേസിക് നോളജിനെ പറ്റിയിട്ടാണ് ആൻഡ് ആക്യുറസി. സോ നിങ്ങൾക്ക് ഭയങ്കരമായൊരു ഹയർ ലെവൽ നോളജ് ഇല്ലെങ്കിലും യു ഷുഡ് ഹാവ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഫോർ ക്രാക്കിംഗ് ഗേറ്റ്. നിങ്ങൾ ഗേറ്റ് ക്രാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫൗണ്ടേഷനാണ് വേണ്ടത്. അതായത് നമ്മുടെ ഗേറ്റിൻ്റെ അല്ലെങ്കിൽ BTechൻ്റെ ബേസിക് സബ്ജക്റ്റിലായ തെർമോഡൈനാമിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, അങ്ങനത്തെ സബ്ജക്റ്റിലൊക്കെ പറ്റി വളരെ ക്ലിയർ ആയിട്ടൊരു ബേസ് ഉണ്ടെങ്കിൽ ഗേറ്റ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സാമാണ്. പിന്നെ ഗേറ്റിൻ്റെ വെയിറ്റേജൊക്കെ വളരെ ഡിഫറെൻ്റാണ്. ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് പോലെ സബ്ജക്റ്റിനാണ് ടെക്നിക്കൽ സബ്ജക്റ്റിൽ വെച്ച് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. അറൗണ്ട് 16-17 മാർക്സ് അതിന് ചോദിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ സബ്ജക്റ്റിലാണ് തെർമോഡൈനാമിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, തിയറി ഓഫ് മെഷീൻസ് എന്ന ടോപ്പിക്കിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഗേറ്റിന് കാണാറുണ്ട്. സോ നിങ്ങളൊരു ഗേറ്റ് ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സിലബസ് വളരെ വ്യക്തമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഏത് ഭാഗമാണ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ ഗേറ്റിൻ്റെ ടോപ്പിക്സായ മെറ്റീരിയൽ സയൻസൊക്കെ 1-2 മാർക്കിലാണ് യൂഷ്വലി ചോദിക്കാറ്. സോ നമുക്ക് അതിനൊരുപാട് സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ഗേറ്റ് പോലെ എക്സാമിന് പഠിക്കുമ്പോൾ, ഗേറ്റ് എന്നല്ല ഏത് എക്സാമിന് പഠിക്കുമ്പോൾ യു ഷുഡ് ഹാവ് എ ക്ലിയർ ഓവർവ്യൂ ഓഫ് ദ സിലബസ്. നിങ്ങൾ സിലബസിനെ പറ്റി നല്ലൊരു ഓവർവ്യൂ ഉണ്ടാവണം. ഏതൊക്കെയാണ് കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത്, ഏതൊക്കെ പാർട്ടാണ് ലീസ്റ്റായി സ്ട്രെസ് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് സ്ട്രെസ് ചെയ്യണമെന്നാണ്, ലൈക്ക് അത് ആ ടോപ്പിക് വിടണം എന്നല്ല. നിങ്ങൾക്ക് കൂടുതൽ ടോപ്പിക്സ് അല്ലെങ്കിൽ കൂടുതൽ മാർക്സ് വരുന്ന ടോപ്പിക്സിൽ നിന്ന് കൂടുതൽ സ്ട്രെസ് ചെയ്യുകയും, ഇപ്പോൾ മെറ്റീരിയൽ സയൻസ് പോലുള്ള വളരെ വളരെ നെഗ്ലിജിബിളായിട്ട് 1-2 മാർക്കുള്ളൊരു ലീസ്റ്റ് സ്ട്രെസ് ചെയ്യുന്ന വഴിയാണ് നമുക്ക് ഗേറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാം പഠിക്കുന്നതിലുപരി ആവശ്യമുള്ളത് നല്ല രീതിക്ക് പഠിക്കുകയും ആവശ്യമില്ലാത്ത അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് നമ്മൾക്ക് ഗേറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വേണം. എന്നാലും നമുക്ക് ഒരു കോമ്പറ്റീറ്റീവായൊരു മൈൻഡ് സെറ്റും ഒരു കോമ്പറ്റീറ്റീവായ മാർക്സും നമുക്ക് ലഭിക്കാൻ പറ്റത്തുള്ളൂ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ബേസിക് ഐഡിയ ഓഫ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് ക്രാക്ക് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള എല്ലാ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഇപ്പോൾ എനിക്കാണെങ്കിൽ തന്നെ ആഫ്റ്റർ ഐ ക്രാക്ക്ഡ് ഗേറ്റ് ഐ ഗോട്ട് അഡ്മിഷൻ ഇൻ IIT മദ്രാസ്, IIT ബോംബെ, IIC ബാംഗ്ലൂർ, IIT കാൺപൂർ. ഇവിടെ എല്ലാം എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ആൻഡ് റാദർ ദാൻ ദാറ്റ് ഐ ഗോട്ട് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലോഡ് ഓഫ് PSUs ലൈക്ക് NHPC, NTPC എക്സെട്ര. സോ നിങ്ങളുടെ ഒരു ആഗ്രഹം ഒരു ഗവൺമെൻറ് സർവീസിൽ കയറുകയാണെങ്കിൽ, നിങ്ങളൊരു ഗവൺമെൻറ് സർവീസ് ആസ്പിരൻ്റ് ആണെങ്കിൽ ഗേറ്റ് ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ ഫോർ യു. അതോ നിങ്ങൾക്കിനി ഒരു ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ, നിങ്ങൾക്ക് MTech എടുക്കണമെങ്കിൽ, നിങ്ങൾക്കിനി ഒരു PhD ആ ലെവലിൽ പോകണമെങ്കിലും ഗേറ്റ് ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ. കാരണം എല്ലാ ഹയർ സ്റ്റഡീസിനും ഗേറ്റ് ഇല്ലാതെ നമുക്കൊരു MTechന് നമുക്കൊരു നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ ലഭിക്കുന്നതല്ല. സോ ഇതാണൊരു ബ്രോഡർ പെർസ്പെക്റ്റീവ് ഗേറ്റിനെ പറ്റിയിട്ട്. സോ ഞാനിനി എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. സോ ഗേറ്റിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ഗേറ്റ് ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായൊരു IIT JEE പോലെയോ അതൊരു JEE അഡ്വാൻസ്ഡ് പോലെയോ അത്രയും ഡിഫിക്കൽട്ടായൊരു എക്സാം അല്ല ബേസിക്കലി ഗേറ്റ് എന്ന് പറയുന്നത്. ഗേറ്റിൻ്റെ ഡിഫിക്കൽട്ടി ഇരിക്കുന്നത് ഗേറ്റ് 4 കൊല്ലത്തെ സിലബസ് ചോദിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. അത് ഈ 4 കൊല്ലത്തെ സിലബസ് നിങ്ങൾ 3 hour കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. സോ അതാണ് ഗേറ്റ് പലർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഗേറ്റിൻ്റെ ഈ ഒരു കോൺസെപ്റ്റാണ്. അതായത് നിങ്ങൾ BTechൽ 4 കൊല്ലം പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് 3 മണിക്കൂർ കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓർത്തെടുക്കാനോ നിങ്ങൾക്ക് സാധിക്കത്തില്ല. സോ ആ സിലബസിൻ്റെ ഒരു വാസ്റ്റ്നെസ്സാണ് ഗേറ്റിനെ ഒരുപാട് പേർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരു എക്സാമാക്കി ഇപ്പോഴും കാണപ്പെടുന്നത്. ഗേറ്റ് ഇപ്പോഴും ടഫ് എന്ന് പറയാൻ കാരണം ഗേറ്റിൻ്റെ ഈ ലെങ്തി ആൻഡ് വാസ്റ്റായ സിലബസ് ഉള്ളതുകൊണ്ടാണ് ഗേറ്റ് ഇപ്പോഴും ടഫാണ്, ഗേറ്റ് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എൻ്റെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് എനിക്കറിയുന്നവരൊക്കെ ഒരു 3-4 വട്ടം ഗേറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത റീസൺ എന്ന് വെച്ചാൽ അവർക്കൊരു ഇത്രയും സബ്ജക്ട്സ് അല്ലെങ്കിൽ ഇത്രയും ഫോർമുലാസോ ഇതൊന്നും ഓർത്തിരിക്കാനുള്ള ഡിഫിക്കൽട്ടി കൊണ്ടാണ് ഗേറ്റ് പലപ്പോഴും ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നത്. സോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ എനിക്കറിയുന്നവരോട് ഞാൻ എപ്പോഴും ഗേറ്റ് പഠിക്കുമ്പോൾ പറയുന്ന ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്
ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത്. എന്നെ ഭയങ്കരമായി ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് ഷോർട്ട് നോട്ട് മേക്കിംഗ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഐ യൂസ് ടു കീപ്പ് എ ഷോർട്ട് നോട്ട്. അതായത് ഗേറ്റിൻ്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മൾ മറന്നു പോകുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ഞാനൊരു ഷോർട്ട് നോട്ടിൽ എപ്പോഴും കുറിച്ച് വെച്ചിരുന്നു. അങ്ങനെ ഷോർട്ട് നോട്ടിൽ കുറിച്ച് വെക്കുന്നത് കൊണ്ട് എനിക്കത് പെട്ടെന്ന് അത് റിവൈസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ എല്ലാ ദിവസവും ആ ഷോർട്ട് നോട്ടിൽ ഒരു ടോപ്പിക്ക് ഞാൻ റിവൈസ് ചെയ്യും. ലൈക്ക് എൻ്റെ എല്ലാ പഠിത്തവും കഴിഞ്ഞ് ഞാൻ ആ ഷോർട്ട് നോട്ടിൽ ടോപ്പിക്സ് റിവൈസ് ചെയ്യും. ഇന്ന് റിവൈസ് ചെയ്ത ടോപ്പിക് ആയിരിക്കത്തില്ല നാളെ റിവൈസ് ചെയ്യുക. അങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സിൽ ഞാൻ ഒരു വിത്തിൻ എ 1 വീക്ക് ഞാൻ എല്ലാ ടോപ്പിക്സും ജസ്റ്റ് റിവൈസ് ചെയ്യും. നമ്മൾ റിവിഷനാണ് ഗേറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ്. കാരണം ഒത്തിരി സിലബസ് പഠിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളൊരു സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു സിലബസിലോട്ട് പോകുമ്പോൾ, അടുത്തൊരു ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മറന്നു പോകും. സോ നിങ്ങൾ എക്സാം പ്രഷറിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്കത് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഇതെല്ലാം ഓർത്തെടുക്കാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും. സോ യു ഷുഡ് കീപ് ദ ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ് ഷോർട്ട് നോട്ട്സ്. അങ്ങനെ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ വാരി വലിച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് നല്ല വൃത്തിയായി നിങ്ങൾ എഴുതി വയ്ക്കുക. ആൻഡ് ഡെവലപ്പ് ആൻ ഹാബിറ്റ് ഓഫ് റിവൈസിങ് ഇറ്റ്. അത് റിവൈസ് ചെയ്യുന്നതോടെ നിങ്ങളുടെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാനും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്ത ഒരു ഫാക്ടറാണ് റിവിഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എംഫസൈസ് ചെയ്യുന്നൊരു കാര്യമാണ് കൂടുതൽ ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാൻ പറയുന്നത്. പലർക്കും ന്യൂമറിക്കൽ സോൾവ് ചെയ്യാൻ ലേശം മടിയാണ്. ആക്ച്വലി ഗേറ്റ് എക്സാംസ് ഒരു ന്യൂമറിക്കൽ എക്സാമാണ്. നിങ്ങൾ എത്രത്തോളം ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യുന്നോ നിങ്ങൾക്ക് അത്രത്തോളം നോളജും നിങ്ങൾക്ക് അത്രത്തോളം എഡ്ജ് ഉണ്ടാകും പ്രിപ്പറേഷനിൽ. നിങ്ങൾ ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സാധാരണ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ ഗേറ്റിൻ്റെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യണം. നിങ്ങൾ ഗേറ്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു കാൽക്കുലേറ്റർ ഉണ്ടായിരിക്കും. അത് നമ്മൾ വിർച്വൽ കാൽക്കുലേറ്റർ എന്ന് പറയും. ഈ വിർച്വൽ കാൽക്കുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന സയൻറ്റിഫിക് കാൽക്കുലേറ്ററായിട്ട് വളരെ ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷനും അതിൻ്റെ ഒരു ഫങ്ഷൻസൊക്കെ ഇത്തിരി ഡിഫിക്കൽട്ടി ഉണ്ട് ആക്ച്വലി. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് യു വിൽ ലൂസ് ദ എഡ്ജ് ഇൻ ദ പ്രിപ്പറേഷൻ. നിങ്ങൾ എക്സാമിൽ ബാക്കിലോട്ടായി പോകും. സോ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങളുടെ മൊബൈലിലോ, ഞാനൊക്കെ ഒരു 3rd ഇയർ ഒക്കെ പഠിക്കുമ്പോൾ ആ ഇൻസ്റ്റാൾഡ് ആപ്പ് ഗേറ്റ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് നമുക്ക് കിട്ടും. സോ യു കീപ്പ് ഓൺ പ്രാക്ടീസിങ് ഓൺ ദാറ്റ്. നിങ്ങൾ ഇങ്ങനെ ചെറിയ കാൽക്കുലേഷൻസോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോഴൊക്കെ അത് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആ വിർച്വൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഒരു എഡ്ജ് ഉണ്ടായിരിക്കും പ്രിപ്പറേഷനിൽ. നിങ്ങളത് യൂസ് ചെയ്യാത്തടത്തോളം നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിങ്ങൾക്കത് കാണുമ്പോൾ അത് വളരെ ഡിഫിക്കൽട്ടാണ് യൂസ് ചെയ്യാനൊക്കെ. ആൻഡ് യു വിൽ മെസ് അപ്പ് ദ എക്സാം. നിങ്ങൾ എക്സാംസ് ഒരുപാട് കാൽക്കുലേഷൻ എറർ വരും. ഈ ഗേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് ആക്യുറസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എക്സാമാണ്. അപ്പോൾ നിങ്ങളുടെ ആക്യുറസി നിങ്ങൾക്ക് നഷ്ടപ്പെടും. യു വിൽ ലൂസ് മാർക്സ്, യു വിൽ ഗെറ്റ് നെഗറ്റീവ് മാർക്സ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോമ്പറ്റേറ്റീവ് സൈഡ് അത് കുറഞ്ഞു വരും. സോ ഞാൻ നിങ്ങളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, യു ഷുഡ് പ്രാക്ടീസ് എ ലോട്ട് ഓഫ് ന്യൂമറിക്കൽസ്. ഒരുപാട് ന്യൂമറിക്കൽസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒരുപാട് ന്യൂമറിക്കൽസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏതൊക്കെ മിസ്റ്റേക്സ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, എവിടെയൊക്കെയാണ് ഞാൻ മിസ്റ്റേക്സ് സാധ്യത എനിക്ക് വരുന്നത്. സോ നിങ്ങളെപ്പോഴും ഒരുപാട് ന്യൂമറിക്കൽസ് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ എംഫസൈസ് ചെയ്യും. ആൻഡ് എൻ്റെ പ്രിപ്പറേഷന് അടുത്ത് ഹെൽപ്പ് ചെയ്തൊരു മേജർ കാര്യമാണ് ടെസ്റ്റ് സീരീസ്. കാരണം നിങ്ങൾക്കറിയാം ഗേറ്റ് ഒരു ഓൺലൈൻ എക്സാമാണ്. ഗേറ്റിൻ്റെ ഇൻ്റർഫേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും യു ഷുഡ് ടേക്ക് ലോഡ് ഓഫ് ടെസ്റ്റ് സീരീസ്. നിങ്ങൾ ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗേറ്റിൻ്റെ യഥാർത്ഥ എക്സാമിനെ സിമുലേറ്റ് ചെയ്യുന്നത് പോലെയാണ്. നിങ്ങൾക്ക് യഥാർത്ഥ എക്സാമിന് നിങ്ങൾക്ക് ഒരു 3 hour എക്സാം നിങ്ങൾക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പലരും ഗേറ്റ് ഒരു ടെസ്റ്റ് സീരീസ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് എപ്പോഴും കാണാറ്. പഠിച്ച് കഴിഞ്ഞ് ഒരു എക്സാം വരുമ്പോൾ ടെസ്റ്റ് സീരീസ് എടുക്കുന്ന ആൾക്കാർ ഒത്തിരി പേര് ഞാൻ കണ്ടിട്ട്. ബട്ട് ആക്ച്വലി വാട്ട് ഐ ഡിഡ് ഇസ് ദാറ്റ്, ഞാൻ ഏത് ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിലും ഐ യൂസ് ടു ടേക്ക് ദ ടെസ്റ്റ് സീരീസ് ഓഫ് ദാറ്റ്. ഒരുപാട് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. ടോപ്പിക് വൈസ്, സബ്ജക്റ്റ് വൈസ്, ഫുൾ സബ്ജക്റ്റ് എന്നൊരുപാട് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ തെർമോഡൈനാമിക്സ് പഠിക്കുകയാണ്, അതിന് ടെസ്റ്റ് സീരീസ് എടുക്കുക. സോ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിത്തവും ടെസ്റ്റ് സീരീസും ഒപ്പം കൊണ്ടുപോകാണ് നിങ്ങൾ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്പീഡും നിങ്ങളുടെ പ്രിപ്പറേഷൻ ആക്യുറസിയും നിങ്ങൾ കൂടുന്നുണ്ട്. യൂഷ്വലി ആൾക്കാരെല്ലാം ലാസ്റ്റ് 30 days 20 days ടെസ്റ്റ് സീരീസ് അറ്റംപ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്.
സോ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർഫേസ് ആയിട്ട് കംപ്ലീറ്റ്ലി ഇൻ ടച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് കൂടത്തോടെ നിങ്ങൾ ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കുക. അങ്ങനെ നിങ്ങൾ ആ ടോപ്പിക്കെല്ലാം പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ് എടുക്കുക. നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ലൈക്ക് എല്ലാ ടോപ്പിക്സും നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഫുൾ ലെങ്ത് ടെസ്റ്റ് സീരീസ്. നിങ്ങൾ ഈ ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കുമ്പോഴൊന്നും നിങ്ങൾ ഇത്ര കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല. അയ്യോ എൻ്റെ മാർക്ക് കുറഞ്ഞു പോയല്ലോ, എനിക്ക് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഒന്നും കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല. ഈ ടോപ്പിക് വൈസ് ടെസ്റ്റും ഈ സബ്ജക്റ്റ് വൈസ് ടെസ്റ്റൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യാനുള്ളതാണ്. ലൈക്ക് ദേ മൈറ്റ് ബി ടഫ് ആക്ച്വലി. ഞാൻ ഒരുപാട് ടെസ്റ്റ് സീരീസിലൊക്കെ ഒത്തിരി മോശം മാർക്ക് മേടിച്ച ആളാണ്. ബട്ട് ആ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ മാർക്ക് കുറയുന്നതെന്നും നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ലാഗ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കി തരാനുള്ള ഒരു മെത്തേഡാണ് ആക്ച്വലി ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് സീരീസ് എഴുതുമ്പോൾ യു ആർ ആക്ച്വലി സിമുലേറ്റിംഗ് ദ ആക്ച്വൽ എക്സാം. നിങ്ങൾ ആക്ച്വൽ എക്സാം സിമുലേറ്റ് ചെയ്യാണ്. 3 മണിക്കൂറിൻ്റെ എക്സാം നിങ്ങൾ സിമുലേറ്റ് ചെയ്യുന്നതോടെ നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് നമുക്ക് ഈ മിസ്റ്റേക്സ് വരിക, നമ്മളെവിടെയൊക്കെയാണ് പ്രോബ്ലംസ് ഉണ്ടാക്കുക എന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഫുൾ ലെങ്ത് ടെസ്റ്റ് സീരീസ് ഒക്കെ എടുക്കുമ്പോൾ യു ഗീവ് മോർ ഇമ്പോർട്ടൻസ് ഓൺ ടൈമിങ്. നിങ്ങൾ ടൈമിങ്ങിൽ കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 3 മണിക്കൂർ കൊണ്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതോ നിങ്ങൾക്ക് എവിടെയാണ് ലാഗ് വരുന്നത്. പിന്നെ ഗേറ്റിന് ചില ക്വസ്റ്റ്യൻസൊക്കെ ഒത്തിരി ടഫായി ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് വരും. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഓക്കെ ഐ വിൽ സ്കിപ്പ് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ഐ വിൽ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനത്തെ സ്ട്രാറ്റജിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ടെസ്റ്റ് സീരീസ് എടുക്കണം. പിന്നെ ഗേറ്റിന് നമുക്ക് മാർക്ക് ഫോർ റിവ്യൂ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആക്ച്വലി. നമുക്കിപ്പോൾ മാർക്ക് ചെയ്ത് പിന്നീട് നോക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഒരുപാടുണ്ട്. സോ ഇങ്ങനത്തെ ഉള്ളൊരു കൺസെപ്റ്റ് ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണമെങ്കിൽ നിങ്ങളെപ്പോഴും ടെസ്റ്റ് സീരീസ് പ്രിപ്പറേഷൻ്റെ കൂടെ കൊണ്ടുപോകണം. സോ ദാറ്റ് വിൽ മേക്ക് യുവർ പ്രിപ്പറേഷൻ മോർ ഹെൽത്തിയർ ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എല്ലാം. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ആൻഡ് ഒബ്വിയസ്ലി നിങ്ങൾ ഫുൾ ലെങ്ത് ടെസ്റ്റ് സീരീസൊക്കെ കഴിയുമ്പോൾ ഒബ്വിയസ്ലി യു വിൽ മേക്ക് മിസ്റ്റേക്സ്. നിങ്ങൾ മിസ്റ്റേക്സ് ഉണ്ടാക്കും. സോ ഐ യൂസ് ടു കീപ്പ് എ ബുക്ക് ഫോർ ദാറ്റ്. ഞാനൊരു ബുക്ക് കീപ്പ് ചെയ്തിരുന്നു, ഞാൻ എന്തൊക്കെ മിസ്റ്റേക്സാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. ആൻഡ് ഓരോ ടെസ്റ്റ് സീരീസ് കഴിയുമ്പോഴും ഐ വിൽ അനലൈസ് ദ ടെസ്റ്റ് സീരീസ്. ഞാൻ ടെസ്റ്റ് സീരീസ് അനലൈസ് ചെയ്യും. ഓക്കെ, ഇവിടെയൊക്കെയാണ് ഞാൻ മിസ്റ്റേക്സ് ഉണ്ടാക്കിയത്, ഇവിടെയൊക്കെയാണ് ഞാൻ ഈ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയൊക്കെ ഒരു ബുക്ക് നിങ്ങൾ കീപ്പ് ചെയ്യുക. സോ യു ക്യാൻ അപ്പോൾ നിങ്ങൾ ആക്ച്വൽ എക്സാമിൽ അങ്ങനെ ഒരു സിനാരിയോ വരുമ്പോൾ ഓക്കെ യു വിൽ ഗെറ്റ് ദാറ്റ്. ഓക്കെ, ഞാൻ ഇവിടെ മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഓക്കെ ഞാനത് ശ്രദ്ധിക്കണം, ഇനി കൂടുതൽ പ്രശ്നങ്ങൾ വരുത്തരുത് എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ആ ബുക്സ് എപ്പോഴും. ആൻഡ് പിന്നെ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പ്രിപ്പറേഷൻ ടൈമിൽ വെച്ചൊരു കാര്യമാണ് ഡോണ്ട് സ്കിപ്പ് ആപ്റ്റിറ്റ്യൂഡ്. ഒരിക്കലും മാത്സും ആപ്റ്റിറ്റ്യൂഡും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ഈ മാത്സും ആപ്റ്റിറ്റ്യൂഡും ഒരുപാട് സ്കിപ്പ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാത്സും ആപ്റ്റിറ്റ്യൂഡും വളരെ കൈൻഡ് ഓഫ് ഈസി ആയൊരു ടോപ്പിക്കാണ്, സ്കോറിംഗ് ആണ്. സോ നിങ്ങൾ വളരെ ഈസിയാണെന്ന് വിചാരിച്ചാൽ അത് പ്രിപ്പയർ ചെയ്യാതിരുന്നാൽ യു വിൽ എൻഡ് അപ്പ് മാർക്സ്. നിങ്ങൾ ഒരിക്കലും ഈസി മാർക്സ് ഒരിക്കലും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. യു ഷുഡ് ഓൾവേസ് കോസ് ഈസി മാർക്ക്. നിങ്ങൾ ഓക്കെ ബുദ്ധിമുട്ടായൊരു മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഈസി മാർക്സ് നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ജേണി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റാങ്കിൽ നിങ്ങൾ ഒരുപാട് ഷിഫ്റ്റ് നിങ്ങളുടെ ബാക്കിലോട്ട് വരാൻ സാധ്യതയുണ്ട്. സോ ഇതൊക്കെയാണ് ഞാൻ ഒരു മേജറായിട്ടൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ പറ്റി പറയാറ്. ടെസ്റ്റ് സീരീസ് എടുക്കുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക, ഈ ധാരാളം ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, ആപ്റ്റിറ്റ്യൂഡ് വിടാതിരിക്കുക, മാത്സ് നന്നായി പഠിക്കുക. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഈ വക കാര്യങ്ങളാണ് എന്നെ നല്ല റാങ്ക്സ് ഇപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 10 എഞ്ചിനീയറിംഗ് സയൻസ് പേപ്പറിൽ അടിക്കാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ പാനിക് ആവാണ്ടിരിക്കുക. ഒബ്വിയസ്ലി എക്സാമിനിടയിൽ പാനിക് ആവാതിരിക്കുക. എക്സാം നിങ്ങൾക്ക് ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫായിരിക്കും, നിങ്ങൾക്ക് ഈസി ആണെങ്കിൽ എല്ലാവർക്കും ഈസി ആയിരിക്കും. സോ ഡോണ്ട് ഗെറ്റ് ഓവർവെൽംഡ് ഓർ ഡോണ്ട് ഗെറ്റ് ടു ടെൻസ്ഡ് ആവരുത്, ഓവർവെൽംഡ് ആവരുത്. സോ ദാറ്റ് നിങ്ങൾക്ക് യു ക്യാൻ ഹാവ് എ ഗുഡ് സ്കോർ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. താങ്ക് യു.